ശ്രീകൃഷ്ണ വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് പിറവം കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം. ജീവിതത്തിലെ ഏതു പ്രതിസന്ധിക്കും ഉത്തരമുള്ള ഈ ക്ഷേത്രം വർഷത്തിൽ 18 ദിവസം മാത്രം ഭഗവാൻ വിശ്വരൂപത്തിൽ ദർശനം നൽകുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ്. എറണാകുളം ജില്ലയിൽ പിറവത്തിന് സമീപം കക്കാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത വിശ്വരൂപത്തിൽ 18 ദിവസം ഭഗവാൻ ദർശനം നൽകുന്നു എന്നത് തന്നെയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രമെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. ദേവപ്രശ്നം വെച്ചതുവഴി ഈ ക്ഷേത്രത്തിലെ ചൈതന്യം എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒന്നാണെന്നും ശ്രീ പുരുഷമംഗലത്തപ്പൻ എന്ന് പറഞ്ഞ പൂർണ്ണകായകനായ ശ്രീകൃഷ്ണനാണ്. ധനു 1 മുതൽ 18 ദിവസം വരെ വിശ്വരൂപ ഭാവത്തിലും അതിനുശേഷം ശ്രീ പുരുഷമംഗലത്തപ്പനായും ഭക്തർക്ക് ദർശനമരുളുന്നു. ആനന്ദലോല കൃഷ്ണ എൻ്റെ ശ്രീനന്ദ ബാലകൃഷ്ണ കൃഷ്ണ കണി കണ്ടൊരൻ ശ്യാമകൃഷ്ണ നീലാംബുജാക്ഷ കൃഷ്ണ. ഈ പുണ്യപുരാതന ക്ഷേത്രത്തിലെ വിശേഷമായ ഒരു അത്ഭുത ദർശനമുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ മുൻവശത്ത് ഒരു ക്ഷേത്രകുളത്തിൽ ഒരു സ്വർണ്ണവർണ്ണത്തിലുള്ള കൂർമ്മത്തിനെ ഭക്തർക്ക് ദർശിക്കാനാകും. ഏകദേശം ഒരു 14 വർഷത്തിന് മുമ്പ് യദൃച്ഛയ കുളത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ ആമ ഭക്തർക്ക് ദർശനമരുളുന്നു. അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ ഒരു പ്രശ്നം വയ്ക്കുകയും ദൈവജ്ഞനായ ശ്രീ കൈമുക്ക് തിരുമേനിയുടെ പ്രശ്നവിധിയിൽ തെളിഞ്ഞത് പ്രകാരം ഇത് ഒരു അത്ഭുത ദിവ്യയോഗിയാണ്. അതായത് ഈ ക്ഷേത്രത്തിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കാരണഭൂതനായ ദിവ്യയോഗി കൂർമ്മത്തിൻ്റെ അവതാരമായിട്ട് കുളത്തിൽ പുനരവതരിച്ചിരിക്കുന്നതാണെന്നും അദ്ദേഹത്തിന് ആ ആമയ്ക്ക് പൂജ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആദികൂർമ്മ പൂജ എന്ന പേരിൽ ഒരു വിശേഷപ്പെട്ട വഴിപാട് കൂടി ഈ സമയത്ത് നടക്കുന്നുണ്ട്. കൃഷ്ണ ശാന്ത കൈവല്യ ഭാവ കൃഷ്ണ. മഹാഭാരതവും കുരുക്ഷേത്ര യുദ്ധവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രം കൂടിയാണ് പുരുഷമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിശ്വരൂപഭാവമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ധനു 1 മുതൽ 18 വരെയാണ് പുരുഷമംഗലം ക്ഷേത്രത്തിലെ ഭഗവാന്റെ വിശ്വരൂപ ദർശനം.
ഈ വർഷം ഡിസംബർ 16 മുതൽ 2026 ജനുവരി 2 വരെ നടത്തപ്പെടുന്ന വിശ്വരൂപ ദർശനത്തിനായി ആയിരക്കണക്കിന് ഭക്തരാണ് നിത്യേന എന്നോണം ഇവിടെ എത്തുന്നത്. ധനു 1 മുതൽ 18 ദിവസത്തേക്ക് മഹാഭാരത യുദ്ധം നടന്നു എന്നുള്ളതാണ് വിശ്വാസം. ആ ധനു 1 നമ്മൾ ഭഗവാൻ കൃഷ്ണൻ അർജുനന് കാട്ടിക്കൊടുത്ത അതേ വിശ്വരൂപമാണ് ഈ 18 ദിവസവും. അതുകൊണ്ടാണ് ഈ സമയങ്ങളിൽ ഇവിടെ വന്ന് തൊഴുകയും ഓരോ പൂജകൾ നടത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ വിശ്വരൂപ പൂജ ആണ് മെയിൻ വഴിപാട്. അതിപ്പോൾ നടക്കുന്നത് 2034 ബുക്കിംഗ് ആണ് നടക്കുന്നത്. മഹാഭാരത യുദ്ധസമയത്ത് ഭഗവാൻ അർജുനന് കർമ്മവിഘ്ന നിവാരണാർത്ഥം നൽകിയ വിശ്വരൂപ ഭാവത്തിലാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ ദർശനം നൽകുന്നത്. ഇതിലേതെങ്കിലും ഒരു ദിവസം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ വേണ്ട കാര്യങ്ങൾ സാധിക്കുമെന്നാണ് വിശ്വാസം. വിശ്വരൂപ ദർശന മഹോത്സവമായി വലിയ രീതിയിലാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഓരോ ദിവസവും സംഭവിച്ച കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചടങ്ങുകളാണ് ഈ 18 ദിവസവും ഇവിടെ നടത്തുന്നത്. യുദ്ധ ദിവസങ്ങളിൽ ഭഗവാൻ വിശ്വദർശന രൂപം വഴി പാണ്ഡവരുടെ ദുഃഖങ്ങൾ പരിഹരിച്ച് ധർമ്മം പുനഃസ്ഥാപിച്ച അതേ വിധത്തിലാണ് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്നവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഭഗവാൻ തീർത്തു കൊടുക്കുക എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വിരാട് രൂപ ഭഗവതേ ദർശനമെന്നാണ് ഇതിനെ വിശ്വസിപ്പിക്കുന്നത്. കൂടാതെ ഈ 18 ദിവസങ്ങളിലും ഭഗവാന് പ്രത്യേക നിവേദ്യമാണ് സമർപ്പിക്കുന്നത്. ദദ്ധന്യം എന്നാണിതറിയപ്പെടുന്നത്. മഹാഭാരത യുദ്ധ പുറപ്പാടിനു മുമ്പ് ദിവസവും ഭഗവാൻ ഇതാണ് കഴിച്ചിരുന്നതെന്നാണ് വിശ്വാസം. പഞ്ചദ്രവ്യങ്ങളടങ്ങിയ ഈ നിവേദ്യം കഴിച്ചാൽ ഏതു രോഗത്തെയും പ്രതിരോധിക്കുവാനുള്ള ശക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഞാൻ ഭഗവാന്റെ ഒരു ഭക്തനാണ്. എനിക്കിവിടെ ഉണ്ടായൊരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ വിദേശ ജോലി സ്വപ്നം കണ്ട് ജീവിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. എനിക്കിവിടുത്തെ പാർത്ഥസാരഥി മന്ത്രത്തിൻ്റെ അർച്ചനയിൽ അമ്മ എനിക്കൊരു വഴിപാട് നേർന്നു. അതിൽ പ്രകാരം എനിക്ക് വിദേശത്ത് പോകാനുള്ള അവസരം ഉണ്ടായി. ഞാനിപ്പോൾ വിദേശത്ത് യൂറോപ്പിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്. പിന്നെ എൻ്റെ ഒരു അനിയനുണ്ട്, അമ്മയുടെ അനുജത്തിയുടെ മോനാണ്. അവന് കുട്ടികളില്ലാണ്ട് 4 വർഷമായിട്ട് വിവാഹത്തിന് ശേഷം കുട്ടികളില്ലാണ്ട് അവർ താമസിക്കുമായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ വിശ്വരൂപ സമയത്ത് അവരിവിടെ താമരമട്ടിൽ നെയ്യ് നിറച്ച ഹവനം എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്. അത് നടത്തിയതിന് ശേഷം ഞാൻ ലീവിന് വന്ന സമയത്ത് രാത്രിയിൽ വണ്ടി തടഞ്ഞു നിർത്തിയാണ് അവൻ്റെ അനുഭവം പറഞ്ഞത്. അവൻ്റെ വൈഫ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ വിശ്വരൂപത്തിന് അവർ ഇവിടെ ദർശനത്തിന് വരുന്നുണ്ട്. ഇങ്ങനെ രണ്ടനുഭവം എനിക്ക് ഉണ്ട്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പൂജാ വഴിപാടുകളിൽ ഒന്നാണ് ഏകദിന വിശ്വരൂപ പൂജ. ഈ പൂജ കഴിച്ചാൽ ജീവിതത്തിലെ ഏത് ബുദ്ധിമുട്ടും മാറി അത് എത്ര അസാധ്യമാണെന്ന് കരുതിയാൽ പോലും സാധ്യമാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരു ദിവസം ഒരാൾക്ക് മാത്രമാണ് ഈ പൂജ ചെയ്യുവാൻ സാധിക്കുക. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രസിദ്ധ പൂജയാണ് ലക്ഷ്മി നാരായണ പൂജ. മംഗല്യഭാഗ്യത്തിനും സന്തുഷ്ട കുടുംബജീവിതത്തിനും ഈ പൂജ നടത്തിയാൽ മതിയെന്നാണ് വിശ്വാസം. ലക്ഷ്മി നാരായണന്മാരെയാണ് ഈ പൂജ വഴി ആരാധിക്കുന്നത്. ഈ വഴിപാട് വിശ്വരൂപ ദർശന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതല്ല.